ആയിക്കോട്ടെ. പത്മ കഫേയിലൊന്നും ഒരു അഴിമതിയില്ല. പത്മ കഫേ പണിഞ്ഞിട്ടു, അതിനകത്ത് കണക്കെടുത്ത് പരിശോധിക്കുക. ഞാൻ കോടിക്കണക്കിന് രൂപ കൈകാര്യം ചെയ്യുന്ന KSRTC, വനം വകുപ്പ്, ഇതെല്ലാം സിനിമ, ഇതെല്ലാം സ്പോർട്സ്, ഇതെല്ലാം കൈകാര്യം ചെയ്ത ഗണേഷ് കുമാർ പണമെടുത്തു എന്ന് പറഞ്ഞാൽ ആ പണം അവൻ തലയ്ക്ക് എന്തോ അസുഖം, ആ പറഞ്ഞവൻ എന്തോ അസുഖം ഉണ്ടെന്നല്ലേ വിചാരിക്കുള്ളൂ. എനിക്ക് പണത്തിന്റെ ആവശ്യമുണ്ടോ? എനിക്ക് 50 രൂപ ഉണ്ടെങ്കിൽ 50 രൂപ ജീവിക്കാൻ അറിയാം. 50 രൂപ ഉണ്ടെങ്കിൽ അത് പോക്കറ്റ് ഇട്ടിട്ട് വീട്ടിൽ ഇരിക്കാനും എനിക്കറിയാം. അതുകൊണ്ട് എന്നെ പൈസയുടെ കണക്ക് പഠിപ്പിക്കണ്ട. കോടിക്കണക്കിന് രൂപ കണ്ടു വളർന്നവനാണ് ഞാൻ. പ്രീഡിഗ്രിക്ക് പഠിക്കുമ്പം പ്രീഡിഗ്രിക്ക് പഠിക്കുമ്പോൾ കാർ ഓടിച്ച് നടന്നവനാണ്, എയർ കണ്ടീഷൻ ചെയ്ത കാർ. എൻ്റെ അച്ഛൻ എന്നെ അങ്ങനെ വളർത്തി, എനിക്കറിയാം. പക്ഷെ ഞാൻ സാധാരണക്കാരനൊപ്പമാണ്. ബെൻസ് കാർ യാത്ര ചെയ്തതാണ് സിനിമാ നടനായ കാലത്ത്. ഇവിടുത്തെ സൂപ്പർ സ്റ്റാറുകൾക്ക് ബെൻസ് ഇല്ലാത്ത കാലത്ത് ഞാൻ ബെൻസ് കാറിൽ യാത്ര ചെയ്തതാണ്. പക്ഷേ എന്നെ പൈസ ഒന്നും കാണിച്ചാലും പിടിവേണ്ട. എനിക്ക് ആരെങ്കിലും എന്നെ കണ്ട് നക്കാപ്പിച്ചത് എന്നാന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. നിങ്ങൾ മാധ്യമപ്രവർത്തകരെ അന്വേഷിക്കും. എനിക്കാരും പറയാറില്ല. എന്നോട് ആരും കൈക്കൂലി തരട്ടെന്ന് ചോദിച്ചിട്ടുമില്ല, വാങ്ങിച്ചിട്ടുമില്ല, വാങ്ങിക്കില്ല. എൻ്റെ മുഖ്യമന്ത്രിക്ക് അറിയാം, എൻ്റെ മുന്നണിക്കറിയാം, പ്രതിപക്ഷ നേതാവിനറിയാം. ഞാൻ അഴിമതിക്കാരനല്ല. ആർക്കും അഴിമതിക്കും ഒരു സ്വാധീനത്തിന് ഞാൻ വഴങ്ങുന്നവനല്ല. അത് വഴങ്ങത്തില്ല. എൻ്റെ ബന്ധുക്കളാണെങ്കിൽ പോലും ഞാൻ അങ്ങനെ സത്യപ്രതിജ്ഞ എന്ത് ചെയ്തോ അതിന് ഞാൻ ചലിക്കില്ല. എൻ്റെ ആദർശമാണ്. ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട്, നക്കാപ്പിച്ച വാങ്ങിച്ച് ജീവിക്കേണ്ട ഗതി വന്നാൽ അന്ന് രാഷ്ട്രീയം മതിയാക്കുമെന്നാണ് പറഞ്ഞത്. ഗണേഷ് കുമാർ പൈസ എടുത്തെന്ന് പറഞ്ഞാൽ അവൻ്റെ തലയ്ക്ക് എന്തോ അസുഖം ഉണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ എന്തിന് ഞാനാണോ പിരിച്ചുവിട്ടത്? പാതിരാത്രി പിരിച്ചുവിട്ടാൽ ഞാനങ്ങനെ അറിയുന്നത്? ഞാൻ അതിൻ്റെ ഇതിലൊന്നും പോകില്ല. ഞാൻ അതിനെതിരെയൊന്നും പോകില്ല. അതൊന്നും എനിക്ക് പറയേണ്ട കാര്യമില്ല. എൻ്റെ ജോലിയല്ലത്. ഞാനിരിക്കുന്ന കമ്മിറ്റിക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടെന്ന് ജനറൽ സെക്രട്ടറി തോന്നിക്കാണും, പിരിച്ചുവിട്ട് കാണും. രാത്രി എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ആണല്ലോ. വന്ന കമ്മിറ്റി, പുതിയ കമ്മിറ്റിയിൽ വന്നവരെ ലിസ്റ്റ് എടുത്താൽ എനിക്കെതിരെ പറഞ്ഞ് നടക്കുന്ന ഒരാളുടെ കുടുംബത്തിൽ നിന്ന് 2 പേരുണ്ട്. നിങ്ങൾ അന്വേഷിച്ചു. ഞാനെന്തിനാ പറയുന്നത്? ഇതൊരു ചതിപ്രയോഗം. അതായത് ബാലകൃഷ്ണപിള്ള പിരിവെടുത്തിട്ടല്ല, എല്ലാ കരയോഗ അംഗങ്ങളും കേൾക്കുന്നതാണ് ഈ പറയുന്ന എല്ലാ ഒരു കരയോഗത്തിൽ നിന്ന് ബാലകൃഷ്ണപിള്ള എന്ന മനുഷ്യൻ 64 വർഷത്തിനകം NSSന് വേണ്ടി ഒരു പിരിവെടുത്തിട്ടില്ല. അദ്ദേഹത്തിന്റെ സ്വന്തം സ്വത്ത് ഇവിടെ ഈ ഞാൻ നിൽക്കുന്ന ഈ വീടിനടുത്തുള്ള കരയോഗം, അദ്ദേഹം പ്രസിഡന്റ് ആയിരുന്ന കരയോഗം, 1 കോടി രൂപയുടെ ആഡിറ്റോറിയമാണ് ഉണ്ടാക്കി. ആ കരയോഗംകാർ പറയട്ടല്ല എന്ന് ബാലകൃഷ്ണ സാറ് തന്നതല്ല. ഇവിടെ താഴെ വാളകം കരയോഗമുണ്ട്. വാളകം കരയോഗത്തിന്റെ കെട്ടിടം വെച്ച് കൊടുത്ത് ബാലകൃഷ്ണ സാറല്ല എന്ന് അവർ പറയട്ടെ. സ്വന്തം കയ്യിലെ പണം, സ്വന്തം സ്വത്ത്, സ്വന്തം മക്കൾക്ക് കൊടുക്കേണ്ട പണം അദ്ദേഹം NSS വേണ്ടി കൊടുത്താണ്. ഈ കാണുന്നതെല്ലാം സ്കൂളുകളും കോളേജുകളും സർവ്വതും എസ്റ്റേറ്റുകളും എല്ലാം കെട്ടിപ്പടുത്തത് NSSന്റെ പണം, നാട്ടുകാരിൽ നിന്ന് പിരിച്ച പൈസയല്ല. ബാലകൃഷ്ണപിള്ള എന്ന് പറഞ്ഞ മനുഷ്യന്റെ കഷ്ടപ്പാടാണ്, വിയർപ്പാണ്, അദ്ദേഹത്തിന്റെ സ്വത്താണ്. അദ്ദേഹം ഏത് സ്വത്ത് വിറ്റാലും കുറച്ച് പൈസ NSSന് കൊടുക്കും. അല്ലെന്ന നായർ സമുദായം പറയട്ടെ, പത്തനാപുരത്തെ നായർ സമുദായം പറയട്ടെ, ബാലകൃഷ്ണപിള്ള ഞങ്ങളുടെ നിന്ന് പിരിവെടുത്ത് ഉണ്ടാക്കിയതാണെന്ന് പറയാമോ? ഒരു നായരും പറയില്ല. ഈ എന്നെ എതിർത്തുണ്ടാക്കുന്നവർ പറയില്ല. അതുകൊണ്ട് പിന്നെ NSSന്റെ പണം സഹകരണ ബാങ്കുകളിൽ ഇടാൻ പാടില്ല. അത് ഇടുന്നത് മാറ്റും. NSSന്റെ ബൈലോ അനുസരിച്ച് ഷെഡ്യൂൾഡ് ബാങ്കിലും റിസർവ് ബാങ്ക് നിർദ്ദേശിക്കുന്ന നാഷണലൈസ്ഡ് ബാങ്കുകളിൽ മാത്രമേ ഇടാൻ പാടുള്ളൂ. അത് സഹകരണ ബാങ്കിൽ ഇട്ട് കൊടുത്തു. അത് മാറ്റും എന്ന് കണ്ടപ്പോൾ ഒരു സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റാണ്, അഴിമതിക്കാരനായ ഒരു വ്യക്തിയാണ്. ആരാണെന്ന് അയാളെന്ന് എല്ലാവരും ചോദിച്ചാൽ നാട്ടുകാർ പറഞ്ഞു, അഴിമതിക്കാരനായ ഒരു വ്യക്തിയാണ് ഇത് ചെയ്തത്. ഒന്നുമില്ല. അവിടെ അതിനെപ്പറ്റി ഞാൻ പറയാതിരിക്കുന്നതാണ്. യൂണിയനിൽ എതിർപ്പൊന്നുമില്ല. യൂണിയനിൽ ഇന്ന് വോട്ടിടാമോ? ഞാൻ മത്സരിക്കാം, ജയിച്ചിരിക്കും. ഉണ്ട്, സംശയമൊന്നുമില്ല. ഒന്നുകൂടെ വോട്ടിടാമോ? ഒരു ഇലക്ഷൻ വയ്ക്കാമോ? ഞാൻ മത്സരിക്കാം, ജയിക്കുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. ജനങ്ങൾ, നായർ സമുദായത്തിലുള്ള സാധാരണക്കാരായ ജനങ്ങൾ എൻ്റെ കൂടെയാണ്. ചതിയന്മാരില്ല. 5-10 ചതിയന്മാർക്ക് കൂടെ നിന്ന് ചതിക്കുക. ഇവരെ ആരാണ് എടുത്തത്? ഇവരെയൊക്കെ ഞാൻ തന്നെ എടുത്തു വെച്ചത്. ഇവരെയൊക്കെ തെരഞ്ഞെടുത്തും വെച്ചത് ഞാൻ തന്നെ. ചതിയന്മാരല്ലേ? അവരെന്താണ് വിളിക്കേണ്ടത്? സ്നേഹമുള്ള മാന്യന്മാരെന്ന് വിളിക്കണം. ചതിയന്മാരാണ്. അപ്പൊ ചതിയന്മാരെ ചതിച്ചുകൊണ്ട് എനിക്കെന്ത്? ചന്തു ചതിച്ചു എന്ന് പറയുന്ന പോലെ ഉള്ളൂ. ചതിയൻ ചന്തുവിനോട് നമ്മൾ എന്ത് പറയാൻ? അത് കണ്ടാ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? അതിൽ 3 പേര് രാജി തിരിച്ചു വാങ്ങിച്ചിട്ടുണ്ട്. അതെന്താ മിണ്ടാത്തെ? അതിൽ 3 പേര് ഞങ്ങൾ രാജിവെക്കുന്നില്ല എന്ന് എഴുതി ജനറൽ സെക്രട്ടറിക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അതെന്താ കാണാതെ പോകുന്നത്? ഈ 10 പേര് രാജിവെച്ചു. അതിൽ നിന്ന് 3 പേർ രാജിവെച്ച് ഞങ്ങൾ പിന്മാറുകയാണ്, രാജി പിൻവലിക്കുകയാണെന്ന് എഴുതി കൊടുത്ത കടലാസ് എൻ്റെ കയ്യിലിട്ടുണ്ട് പകർപ്പ്. അതെന്തുകൊണ്ട് സ്വീകരിച്ചില്ല? എനിക്കങ്ങനെ അറിയാം. എനിക്കറിയത്തില്ല. ഞാൻ അതൊക്കെ കാണാം. ഇതിന് അദ്ദേഹത്തിന് വിരോധം വല്ലതും ഉണ്ടോ? അതൊന്നുമില്ല. ബോധ്യപ്പെടുത്താൻ അതൊക്കെ അദ്ദേഹത്തോട് സംസാരിച്ചു. ഒരു കുഴപ്പമില്ല, നിങ്ങൾക്കൊരു കുഴപ്പമില്ലെന്ന് എന്നോട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ സംഭവിച്ചത് ഇന്നലെ രാത്രി എന്നുള്ള കാര്യം എനിക്കും അറിയത്തില്ല. അദ്ദേഹത്തോട് ചോദിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം ഇതിന്റെ നേതാവാണ്, ചോദ്യം ചെയ്യപ്പെടാൻ ആകാത്ത നേതാവാണ്. അദ്ദേഹത്തെ ഞാൻ ബഹുമാനിക്കുന്നു. ഞാൻ മുമ്പേ പറഞ്ഞ വാക്കുണ്ടല്ലോ, അച്ഛൻ പറഞ്ഞ വാക്ക്, അതിൽ മാറ്റം ഒന്നും തന്നിട്ടില്ല. ഫോൺ കോൾ പോലും വിളിച്ചിട്ടില്ല ആരും. വളരെ നല്ല ബന്ധമാണ്, വളരെ സ്നേഹം. ഞാൻ പറഞ്ഞു, പെരുതുള്ളിയനായി കാണുകയും കഴിഞ്ഞ ദിവസം ഞങ്ങൾ കാണുകയും ഞങ്ങൾ സംസാരിച്ചിരിക്കുകയും അദ്ദേഹം എനിക്ക് ചായ തരികയും
ഭക്ഷണം കഴിച്ചു എന്ന് ചോദിക്കുകയൊക്കെ ചെയ്ത് വളരെ സ്നേഹത്തോടെയാണ് പോയത്. ഇപ്പോഴും ഇനിയും പോകും, നാളെ മറ്റന്നാളെ സമയം കിട്ടുമ്പോൾ പോകും. അതെനിക്കറിയാം. ഈ രാത്രിയിൽ ഒരു വിഷമം മന്ത്രിസ്ഥാനം ഒഴിഞ്ഞു പോയിട്ട് വിഷമിക്കാത്തവനാണോ ഇതിന് വിഷമിക്കുന്നത്? മന്ത്രിസ്ഥാനം എടുത്ത് കളഞ്ഞിട്ട് ചിരിച്ചുകൊണ്ടിറങ്ങിപ്പോ എനിക്കാണോ ഇത്? ഞാൻ കേരളത്തിന്റെ സംസ്ഥാനത്ത് ഒരു മന്ത്രിയാണ്. ഞാൻ എൻ്റെ മന്ത്രിസ്ഥാനം വനമന്ത്രിയായി സത്യസന്ധനായി പ്രവർത്തിച്ചതിന്റെ പേരിൽ ഞാൻ എൻ്റെ മന്ത്രിസ്ഥാനം വലിച്ചെറിഞ്ഞിട്ട് പോയപ്പോൾ ഞാൻ കരഞ്ഞോ, ദുഃഖിച്ചോ? കഴിഞ്ഞ 5 വർഷം മന്ത്രിസഭയിൽ ഇടതുപക്ഷ മുന്നണിയിൽ ഉണ്ടായിട്ട് എന്നെ മന്ത്രിയാക്കി ഞാൻ ചോദിച്ചോ? പിന്നെ ഇത്തവണ വന്നപ്പോൾ എന്നെ ആദ്യം മന്ത്രിയാക്കുമോ? ഞാൻ ആക്കിയില്ല. ഞാൻ ചോദിച്ചോ? വിഷമിച്ചോ? എന്തെങ്കിലും ഇടതുപക്ഷ മുന്നണി വിമർശിച്ചോ? അധികാരം എനിക്കൊരു പ്രശ്നമേ അല്ല. എനിക്ക് എൻ്റെ കൂടെ ജനങ്ങളുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നെ സ്നേഹിക്കുന്ന ജനമുണ്ട്. അതിന് ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. സ്നേഹം മാത്രമേ ഉള്ളൂ. നിങ്ങൾ നാട്ടിലിറങ്ങി നിങ്ങളൊരു സർവേ നടത്തി നോക്കൂ. പത്തനാപുരത്തെ ജനങ്ങൾ പറയട്ടെ, ഇതാണോ എന്നെ സംബന്ധിച്ച് വലിയ കാര്യം? ഞാൻ ആ നാടിന് ചെയ്ത നന്മ, ആ നാട്ടിലെ ജനങ്ങളോട് കാണിക്കുന്ന സ്നേഹം, അവർക്ക് ചെയ്തിട്ടുള്ള നന്മ, അവർ ഓരോരുത്തരും വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ, അവരോടൊപ്പം നിന്നതിന്റെ പ്രതിഫലനം നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോൾ കാണാമല്ലോ. പിന്നെ എന്തിനാണ് നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത്? ഇതൊക്കെ ഒരു സിനിമയിലെ ഒരു സീൻ പോലെയുള്ളൂ. റീല് തീർന്നു കഴിയുമ്പോൾ അത് കഴിഞ്ഞ്